സിദ്ധാർത്ഥന്റെ മരണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം വധശ്രമവും ചുമത്താതെ പോലീസ്. ഇത് കേസിനെ ദുർബലപ്പെടുത്തും എന്നാണ് വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരം വകുപ്പുകൾ ചുമത്താതെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രത്യേക അന്വേഷണ സംഘമൊക്കെ നിലവിൽ വന്നിട്ടും കേസ് വീണ്ടും ദുർബലമായി തന്നെ മുന്നോട്ട് പോവുകയാണോ? മോത്തി, എല്ലാ പ്രതികളെയും പിടികൂടി കഴിഞ്ഞാൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതികളെല്ലാം പിടിയിലായിട്ടും അത് ചുമത്തിയിട്ടില്ല. ഇനി ആ കുറ്റം ചുമത്തുമോ എന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഈ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്നതിന് വ്യക്തമായ സൂചനകൾ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെയുണ്ട്. കാരണം വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുത്തിയാണ് മർദ്ദനമുണ്ടായത്. അതിൽ നിന്ന് തന്നെ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഈ വകുപ്പ് ചുമത്തേണ്ടതാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ വധശ്രമം, അതിക്രൂരമായ മർദ്ദനം നടന്നു, കേബിൾ കൊണ്ട് കഴുത്തിൽ മുറുക്കി എന്നൊക്കെ പറയുമ്പോഴും വധശ്രമവും ഈ വകുപ്പുകളിൽ ചുമത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ദുർബലമാകുമോ എന്ന സംശയം ഉയരുന്നത്. സിദ്ധാർത്ഥന്റെ കുടുംബവും ഇക്കാര്യത്തിൽ അത് തന്നെ ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഉന്നയിക്കുന്നത്. കൂടുതൽ ശക്തമായ വകുപ്പുകൾ വേണം എന്നത് തന്നെയാണ് എല്ലാവരും വാദിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ളത് ഈ സംഘം ചേരൽ, റാഗിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ ഗൂഢാലോചനയും അതുപോലെ വധശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തെങ്കിൽ മാത്രമേ കേസ് വളരെ ശക്തമായി മുന്നോട്ട് പോകൂ എന്നാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. മോത്തി. ശരി കമൽ.